കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് അവരുടെ അധോലോക ബന്ധങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവ് തുറന്നു പറയുന്നത്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിനൊപ്പം വർഷങ്ങളായി പ്രവർത്തിച്ച് ഒടുവിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തനിക്കു നേരെ ഉണ്ടാവാവുന്ന ഭീഷണി മുന്നിൽ കണ്ടു തന്നെയാണ് ഈ ഔറംഗസേബ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് അല്ലെ ഗുണ്ടാ നേതാക്കൾക്ക് ഒരു വീരപരിവേഷം നൽകുന്നതിലൂടെ ഈ യുവാക്കളെ ആകർഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇവർക്ക് പിന്നിലുണ്ടാവും. ഈ ഔറംഗസേബ് പറയുന്നുണ്ട് ഈ യുവാക്കൾ കൂടുതലായി എത്തുന്നു. അപ്പം 300 അംഗ സംഘം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് വിപുലമായ ഇടപാടുകളും ഉള്ള ഒരു സംഘാംഗങ്ങളായി ഇവർ മാറുന്നു എന്നതാണ്. എങ്ങനെയാണ് ഇവർക്ക് ഒരു വീരപരിവേഷം ഇവർ സ്വയം സൃഷ്ടിക്കുന്നതാണോ ഇക്കാര്യത്തിൽ? സജിത്ത്, നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ സമീപകാലത്താണ് റീൽസുകൾ, അതായത് ചെറുപ്പക്കാർ ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമാകുന്നത് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലാണ്. സ്വാഭാവികമായ ചെറുപ്പക്കാരെ ആകർഷിപ്പിക്കുക, അതിൽ യുവാക്കളെ ആകർഷിക്കണമെങ്കിൽ റീൽസുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മുൻപ് നമ്മൾ നേരത്തെ റീൽസിലെ വീഡിയോ കണ്ടിരുന്നു. പെരുമ്പാവൂർ അനസിനൊപ്പം ഒരേ സമയം 8 വാഹനങ്ങൾ കാണും, അകമ്പടിയായ 8 വാഹനങ്ങൾ കാണും. 30ഓളം ഗുണ്ടകൾ, അതിൽ ചെറുപ്പക്കാരായിട്ടുള്ളവർ പെരുമ്പാവൂർ അനസിന്റെ ഈ അകമ്പടി വാഹനങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകും. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, LJPയുടെ യുവജന സംഘടനയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന കാലയളവില് പെരുമ്പാവൂർ അനസിനെ സ്വീകരിക്കാൻ 300-400ഓളം യുവാക്കളായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. അത് പിന്നീട് അതും റീൽസായി വരുന്നു. അങ്ങനെ ഈ പെരുമ്പാവൂർ അനസ് ഒരു രാജാവിനെ പോലെ ഈ ഗുണ്ടാ ചെറുപ്പക്കാരുടെ ഇടയിൽ, ഗുണ്ടാ സംഘങ്ങളുടെ ഇടയിൽ രാജാവ് എന്ന പരിവേഷം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരു വലിയ താരപരിവേഷം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പെരുമ്പാവൂർ അനസ് ഒരു പ്രൊമോഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ റീൽസുകൾ ചെയ്യുന്നത്. റീൽസിലൂടെ ഇവരുടെ ഒരു മാർക്കറ്റ് വലുതാക്കുന്നു. അങ്ങനെ പെരുമ്പാവൂർ അനസിനെ തേടി മുൻപ് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭായ് നസീറിനെയും തമ്മനം ഫൈസലിനെയും മരട് അനീഷിനെയും ഒക്കെ സമീപിച്ചിരുന്നവർ പെരുമ്പാവൂർ അനസിലേക്ക് വരുന്നു. അവിടെ പ്രധാനമായും ഏത് രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊലപാതകം മാത്രമല്ല, അതായത് തട്ടിക്കൊണ്ടുപോകുന്നു, ഭീഷണിപ്പെടുത്തുന്നു, തട്ടിക്കൊണ്ടുപോയവരുടെ കൈയും കാലും തല്ലിയൊടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് എങ്ങനെയാണ്? ഈ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര രൂപ നൽകിയാൽ ഈ രീതിയിൽ, അതായത് ഇവർ തന്നെ മാർക്കറ്റിൽ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. കൊലപാതകത്തിനും കയ്യും കാലും തല്ലിയൊടിക്കുന്നതിനും തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്നതിനുമൊക്കെ. മറ്റ് സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റുകൾ നടത്തുന്നുണ്ട്. കാരണം ചിലപ്പോൾ പണം തരാത്ത സാഹചര്യങ്ങൾ, ചില അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും കൊട്ടേഷൻ സംഘങ്ങളെ സമീപിക്കുന്നവരുണ്ട്. ഇതിൽ നേരത്തെയൊക്കെ കൊച്ചിയിലെ ചില പോലീസ് ഉന്നതരും അതോടൊപ്പം ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇവർക്ക് തണലൊരുക്കുന്നത് എന്ന കാര്യം ഉറപ്പിച്ച് തന്നെ ഔറംഗസേബ് പറയുന്നതിനകത്ത് പല കാരണങ്ങളുണ്ട്. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങളെ എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ കൊച്ചിയിലെ തന്നെ, എറണാകുളത്ത് തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്താൻ പെരുമ്പാവൂർ അനസ് ശ്രമിച്ചിരുന്നു. ആലുവ, പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഏതാനും ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. അങ്ങനെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തുന്ന രീതികൾ പോലുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പെരുമ്പാവൂർ അനസ് പിടിക്കപ്പെടാതെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ കൊട്ടേഷൻ സ്വീകരിക്കുന്നത് പെരുമ്പാവൂർ അനസായിരിക്കും, അത് നടപ്പാക്കാൻ പോകുന്നത് ഔറംഗസേബിനെ പോലെയുള്ള ചെറുപ്പക്കാരായിരിക്കും. അങ്ങനെയാണ് അവർ കേസുകളിൽ പെടുന്നത്. സ്വാഭാവികമായും പെരുമ്പാവൂർ അനസിന്റെ പേര് പറയില്ല, കാരണം അവരുടെ ഗുണ്ടാ നേതാവാണ്, അവരുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ അനസിനെ സംരക്ഷിക്കും. പക്ഷേ ഔറംഗസേബിന്റെ ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ പല കേസുകളുമായി ബന്ധപ്പെട്ട്, പെരുമ്പാവൂർ അനസ് ഉൾപ്പെട്ട പല കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ദേശീയ അന്വേഷണ ഏജൻസികൾ പോലും ഈ കേസുകൾ പരിശോധിക്കേണ്ടതാണ്. കാരണം സ്വർണ്ണക്കടത്ത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ഇടപാടാണ്. മറ്റ് ഹവാല ഇടപാടുകളുണ്ട്, കള്ളനോട്ട് ഇടപാടുകളുണ്ട്. അങ്ങനെ ഇത്തരം അനധികൃതമായിട്ടുള്ള പല ഇടപാടുകൾക്കും കേരളത്തിൽ എമ്പാടും നേതൃത്വം നൽകുന്നത് പെരുമ്പാവൂർ അനസിനെ പോലുള്ള ഗുണ്ടകളാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ സജീവമാണെങ്കിൽ പോലും കേരളത്തില് ഇന്ന് ഏറ്റവും സജീവമായി രംഗത്തുള്ള ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ പെരുമ്പാവൂർ അനസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു, നിരവധി ചെറുപ്പക്കാരുടെ ഭാവി ജീവിതം തകർത്തുകൊണ്ടാണ് പെരുമ്പാവൂർ അനസ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെയധികം
ഈ ഗുണ്ടാ നേതാക്കന്മാരുടെ സഹായം തേടുന്നുണ്ടെന്നാണ് ഔറംഗസേബ് പറയുന്നത്. യെസ്, അതാണ് ടോം വെളിപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഈ ഔറംഗസേബിനെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് ടോം കുര്യാക്കോസ്. ഇന്നലെയാണ് ഒരു അധോലോക കേന്ദ്രത്തിൽ ഇത്തരത്തിൽ ഈ നേതാവുമായുള്ള സംസാരം നടന്നത്. ഒപ്പം ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് പ്രേക്ഷകരോട് വെളിപ്പെടുത്താനുണ്ട്. അത് നാളേക്ക് കാത്തിരിക്കുക. ഒപ്പം ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ സംപ്രേഷണം ഇന്ന് രാത്രി 10 മണിക്കും പ്രേക്ഷകരിലേക്ക് എത്തും. അതിനു മുമ്പായി തന്നെ ഔറംഗസേബ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ പരാമർശിച്ച ചില വ്യക്തികളുണ്ട്. ചില പരിശോധനകൾ കൂടി വേണ്ടി വരുന്നതിനാൽ ഞങ്ങൾ തൽക്കാലം അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അതിൽ പരിശോധന പൂർത്തിയാവുമ്പോൾ ഇക്കാര്യത്തിലും ചില തുറന്ന കാഴ്ചകൾ ഞങ്ങളും നടത്തും. അടുത്തിടെ പുറത്തിറങ്ങിയ ചില സിനിമകളിലാണ് ഈ അധോലോക സംഘങ്ങൾക്ക് ഒരു വീരപരിവേഷം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത്. സമാനമായ നീക്കങ്ങൾ തന്നെയാണ് ഈ ഗുണ്ടാ കേന്ദ്രങ്ങളിലും നടക്കുന്നത്. റീൽസുകൾ പുറത്തിറക്കി പുതിയ ആളുകളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ പുതിയ ഇടപാടുകാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഒരുക്കി അവർ കാത്തിരിക്കുകയാണ്. നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗരൂകമാകുക. നമ്മുടെ കൺമുൻപിൽ ഈ അധോലോക സംഘങ്ങൾ വലിയ നിയമവിരുദ്ധ ഇടപാടുകളുമായി വ്യാപരിച്ചു വരികയാണ്. അവർ ശക്തിപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നതുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.